ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की महिमा हो। നാം ഒരു മനോഹരമായ കടലിന്റെ അടുത്താ വന്നിരിക്കുന്നത്. हम एक बहुत ही सुंदर एक समुद्र की तट पर हम आए हैं। നമുക്കറിയാം നമ്മുടെ ദൈവമാണ് സകലത്തിന്റെ സൃഷ്ടാവ്. हम जानते हैं हमारा परमेश्वर है हर एक चीजों को सृजनहार है। കടലിനെയും കരയും ഒക്കെ സൃഷ്ടിച്ചവൻ നമ്മുടെ ये ദൈവം. समुद्र को, ये हर एक पेड़ पौधा सब कुछ परमेश्वर की रचना है। നമ്മളൊരു കാര്യം പഠിക്കാനിടയായി. हम एक बातों को सीख रहे थे। കർത്താവായ യേശു പത്രോസിന്റെ പടകിൽ നിന്ന് പ്രസംഗിച്ചവനാണ്. यीशु मसीह पत्रोस की नाव की अंदर बैठ करके पढ़ाता थे लोगों को। ആ പ്രസംഗത്തിന് ശേഷം പത്രോസിനോട് യേശു ഒരു കാര്യം പറഞ്ഞു. और ये प्रचार के बाद यीशु मसीह पत्रोस की एक बात बोला। നിങ്ങൾക്കറിയാം പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. आप जानते हैं मछली पकड़ने वाले थे पत्रोस। അന്ത്രയോസും യോഹന്നാനും ഒക്കെയും മീൻപിടുത്തക്കാരൻ തന്നെയായിരുന്നു. अंद्रियोस और യോഹന്നാൻ ये सारे मछली पकड़ने वाले थे। അവർക്ക് മീൻ പിടിക്കാൻ നന്നായിട്ട് അറിയാം. और उसका मछली पकड़ना आता है। യേശു അവരോട് പറഞ്ഞു, यीशु मसीह ने उनसे कहा, ഞാൻ നിങ്ങളെ मैं आपको മനുഷ്യരെ പിടിക്കുന്നവരാക്കും. इंसान को पकड़ने वाले बना देंगे। അതിനുവേണ്ടിയാ കർത്താവ് അവരെ പരിശീലിപ്പിച്ചത്. इसलिए यीशु मसीह उनको पढ़ाया है। കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, यीशु मसीह ने एक बार ऐसे कहा, നിങ്ങൾ എന്നോട് നോക്കി പഠിച്ചുകൊള്ളുവിൻ. आप मुझसे सीखो। കർത്താവ് നാം മനുഷ്യരെ പിടിക്കുന്നവരാകണമെങ്കിൽ നമുക്ക് വളരെ ക്ഷമ വേണം. हम इंसान को पकड़ने वाले बनना तो हमें बहुत क्षमा सीखना होगा। കാരണം മീൻ പിടിക്കാൻ പോകുന്നവരുടെ ക്ഷമ വളരെ പ്രത്യേകതയുള്ളതാണ്. और मछली पकड़ने वाले की क्षमा जो है बहुत महत्वपूर्ण होता है। ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. मैंने ऐसे एक कहानी सुना है। ഒരിക്കൽ ഈ മീൻപിടുത്തക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചിലര് ഒരു സ്ഥലത്ത് വന്നു. और मछली पकड़ने वाले लोगों को सिखाने के लिए कुछ लोग आए हैं। അവര് വന്നു കഴിഞ്ഞപ്പോ നോക്കുമ്പോ നല്ലതായിട്ട് മീൻപിടുത്തക്കാര് മുക്കുവന്മാര് മീനെ പിടിച്ചുകൊണ്ടിരിക്കുക. वो लोग आके देखा तो कई लोग मछली पकड़ रहा है। അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നറിയാമോ? और उन लोगों को ज्यादा आगे बढ़ाने के लिए उन्होंने कुछ काम किए। മീൻപിടുത്തത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് സെന്റർ തുടങ്ങി. उन्होंने मछली पकड़ना सिखाने वाले को ट्रेनिंग सेंटर चालू किए। അപ്പൊ ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിന് തൊട്ടടുത്ത് തന്നെ. तो समुद्र की बिल्कुल किनारे उन्होंने ट्रेनिंग सेंटर स्थापना किया। ആ ട്രെയിനിങ് സെന്ററിൽ മീനുകളെ കുറിച്ച് പഠിപ്പിക്കും, और उसी के अंदर मछली के बारे में सिखाते हैं, വലകളെ കുറിച്ച് പഠിപ്പിക്കും, और पकड़ने वाले जाल के बारे में सिखाते അതുപോലെ हैं। തന്നെ ഈ മീൻ പിടിക്കാനുള്ള ഹുക്ക് എന്നതിനെ പറയാം, मछली पकड़ने वाले जो कांटे के बारे में उनको सिखाते हैं। അങ്ങനെ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കും. उनको बहुत सारे बातें सिखाते हैं। മാത്രമല്ല അവരെ കടലിലേക്ക് വിട്ട് മീനും പിടിപ്പിക്കും. और उनको समुद्र में बेच करके मछली पकड़वा देते हैं। കുറച്ചു നാൾ കഴിഞ്ഞപ്പോ कुछ समय के बाद കുറച്ച് പുതിയ അധ്യാപകർ വന്നു. नया नया कुछ अध्यापक वहां पर आए। അവര് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവര്. उन लोग पीएचडी वगैरह करके आए हैं। അവർക്ക് മീനുകളെ കുറിച്ച് ഒക്കെ അറിയാം, उनको मछली के बारे में बहुत कुछ जानकारी है। കടലിനെ കുറിച്ച് ഒക്കെ അറിയാം. उनको समुद्र के बारे में बहुत अच्छा അവർ नॉलेज है। ഒത്തിരി തീസിസുകളൊക്കെ उन्होंने എഴുതിയേക്കണവരാ. बहुत बड़े बड़े थीसिस लिखा हुआ लोग है। അവർക്ക് ഒത്തിരി ഗ്രാജുവേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. उनके पास ग्रेजुएशन भी है। അങ്ങനെ അവര് ആ ട്രെയിനിങ് സെന്ററിൽ വന്നു. वो ये ट्रेनिंग सेंटर में आ गया പഠനം കുറച്ചും കൂടി സ്ട്രോങ് ആയി. तो पढ़ाई बहुत अच्छा होने लगा। അവര് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇവിടെ സൗകര്യങ്ങൾ കുറവാ, तो उन्होंने बताया कि समुद्र के किनारे रहेगा तो वो ठीक नहीं है, ഒരു സിറ്റി അല്ല, तो कोई सिटी जैसा जगह होना चाहिए। നമുക്കൊരു കാര്യം ചെയ്യാം, ട്രെയിനിങ് സെന്റർ സിറ്റിയിലേക്ക് മാറ്റാം. उन्होंने बोला कि ट्रेनिंग सेंटर हम सिटी की ओर ले जाएंगे। അങ്ങനെ സിറ്റിയിലേക്ക് ട്രെയിനിങ് സെന്റർ മാറ്റി. सिटी में ट्रेनिंग सेंटर लेके गया സിറ്റിയിലേക്ക് ട്രെയിനിങ് സെന്റർ മാറ്റി കഴിഞ്ഞപ്പോ കടലിൽ നിന്ന് ദൂരമായി. और सिटी में चला गया तो समुद्र से थोड़ा दूर हो गया। അതുകൊണ്ട് മീൻ പിടിക്കാൻ വരാൻ സമയമില്ലാണ്ടായി. फिर मछली पकड़ने के आने की उनको समय नहीं मिल रहा था। കുറച്ച് നാളുകൾ കൂടി അങ്ങനെ തുടർന്നു. कुछ समय ऐसे चला गया എന്ത് സംഭവിച്ചു? तो क्या हो गया, അവർക്ക് കുറച്ചുകൂടി സൗകര്യത്തെ കുറിച്ച് ചിന്തിച്ചു. वो सोचा कि उससे भी अच्छा कोई अच्छा जगह मिल जाए, ऐसे सोचा। മൂന്നാർ പോലെ ഡെറാഡൂൺ പോലെ അങ്ങനെ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് ട്രെയിനിങ് സെന്റർ മാറ്റിയാലോ? उन्होंने सोचा हमारा नैनीताल है और देहरादून है, उसी प्रकार एक ठंडा इलाका में जाएगा तो थोड़ा अच्छा रहेगा। കാരണം AC പോലെ ഇരിക്കാലോ. तो वो तो थोड़ा ठंडक मौसम होता है वहां पे। അങ്ങനെ സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ട് മാറ്റി. उन्होंने अपना बढ़ोतरी के लिए वहां पर ले गया അപ്പൊ എന്ത് പറ്റി? കടൽ കുറേയും കൂടി ദൂരായി. तो समुद्र बहुत दूर हो गया। പക്ഷെ ക്ലാസ്സുകളൊക്കെ 1ാം ക്ലാസ് ആയിട്ട് നടന്നു. अभी क्लास तो बहुत बढ़िया चल रहा है, ഭയങ്കര റിസർച്ച്, बहुत रिसर्च चल रहा है। ഭയങ്കരമായ കാര്യങ്ങള്. तो बहुत सारे थीसिस लिखवाया അവര് എല്ലാവരും ബാച്ച് ബൈ ബാച്ച് ആയിട്ട് അവര് ഡിഗ്രി എടുത്ത് പുറത്തു വരാം. और उनको हर एक बैच बाय बैच उन्होंने अलग अलग डिग्री हासिल की है। ലോകത്തിലെ മത്സ്യങ്ങളെ കുറിച്ചൊക്കെ അവര് പഠിച്ചു. दुनिया की कई प्रकार की मछली के बारे में सीखे। മത്സ്യങ്ങളെ കുറിച്ച് ചില മത്സ്യങ്ങളെ കുറിച്ച് പ്രത്യേകം ഡോക്ടറേറ്റ് എടുത്തു. और कुछ लोग एक एक अलग मछली के बारे में डॉक्टरेट भी ले लिए है। അതായത് മുംബൈയിൽ കിട്ടുന്ന മീനുകളെ കുറിച്ച് ഒരാൾ ഡോക്ടറേറ്റ് എടുത്തു. मुंबई में मिलने वाले मछली के बारे में एक जन डॉक्टरेट लिया। ഗുജറാത്തിലുള്ള മീനുകളെ കുറിച്ച് വേറെ ചിലർ ഡോക്ടറേറ്റ് എടുത്തു. गुजरात में मिलने वाले मछली के बारे में और किसी ने डॉक्टरेट लिया। ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കടലിൽ കിട്ടുന്ന മീനുകളെ കുറിച്ച് ചിലർ ഡോക്ടറേറ്റ് എടുത്തു. और दुनिया की अलग अलग समुद्र तट पर मिलने वाला मछली के बारे में कई लोग डॉक्टरेट किए। ഓരോ വർഷവും ഗ്രാജുവേഷൻ നടന്നു. हर साल ग्रेजुएशन होता था।
ഭയങ്കര ഗംഭീരമായ ഗ്രാജുവേഷൻ. बहुत बढ़िया ग्रेजुएशन होता था, ഒരു കാര്യം മാത്രം നടന്നില്ല, लेकिन एक बात नहीं हो रहा था, മീൻപിടുത്തം മാത്രം നടന്നില്ല. मछली पकड़ना तो नहीं हो रहा है. അങ്ങനെ കുറച്ചു നാൾ മുന്നോട്ട് പോയി. ऐसे कई साल आगे बढ़ गया അപ്പൊ അധ്യാപകർക്ക് അതിലൊരു അധ്യാപകന് ഭയങ്കര ഒരു പ്രയാസം തോന്നി. और उसमें से एक जो अध्यापक था उनको कुछ मन में कुछ शंका हुआ है. കാരണം ഡോക്ടറേറ്റും ഡിഗ്രിയും എല്ലാം ഉണ്ട്, हमारे पास डॉक्टरेट भी मिल गया है, डिग्री भी मिल गया है, പക്ഷെ എന്തു മാത്രം ഇല്ല? क्या है हमारे पास नहीं है? എന്തില്ല? क्या नहीं है? മച്ചിലി ഇല്ല. मछली तो नहीं है. മച്ചിലി പിടിക്കാനാ പഠിക്കുന്നത്. मछली पकड़ने के लिए हम सीख रहा है. അപ്പോൾ അവർക്കൊരു തോന്നി, तो उनको ऐसा लगा നമുക്ക് വീണ്ടും ഈ ബീച്ചിലേക്കൊന്ന് വരാം. हम समुद्र में चले जाएंगे. അങ്ങനെ സമുദ്രത്തിനടുത്തേക്ക് അവർ വീണ്ടും वो വന്നു. समुद्र के पास वापस आ गए അപ്പൊ അതാ ഒരു നല്ല മിടുക്കനായ ചെറുപ്പക്കാരൻ നല്ല മീനുകളെ പിടിക്കുന്നു. और देखा तो एक अच्छा एक जवान एक लड़का वहां पर मछली पकड़ रहा है. നല്ല വലിപ്പമുള്ള മീനുകളെ കിട്ടുന്നു. उसने बड़ा बड़ा मछली को पकड़ रहा है. അവർക്ക് ഭയങ്കര സന്തോഷമായി. उनको बहुत अच्छा लगा. പണ്ടത്തെ കാര്യത്തെ കുറിച്ച് ഓർത്തു. उनको पहले बारे में याद आ गया. അവർ പണ്ട് മീൻ പിടിച്ചതിനെ കുറിച്ച് ഓർത്തു. पहले कैसे मछली पकड़ा था उसका याद किया. ഇപ്പൊ കുറെ നാളായിട്ട് മീനെ പിടിക്കുന്നില്ല. अभी बहुत समय हो गया तो मछली नहीं पकड़ पा रहा है. അതുകൊണ്ട് അയാളെ പോയി സ്വീകരിച്ചു. और उनको बुलाए उनके पास. നീ ഞങ്ങളുടെ കോളേജിലേക്ക് ഒന്ന് വരണം, उनको बोला कि तुम हमारे कॉलेज में आना है. നിനക്ക് കോളേജിൽ വരാനുള്ള പൈസയൊക്കെ തരാം, कॉलेज में आने के लिए तुमको पैसा देंगे, നിനക്കൊരു ബൈക്ക് മേടിച്ചു തരാം, तुमको बाइक दे देंगे, നിനക്കൊരു കാർ മേടിച്ചു തരാം. कार दे देंगे हम. അങ്ങനെ ചില മോഹന വാഗ്ദാനങ്ങൾ നൽകി. और उसका ऐसे ऐसे मन भावना को बढ़ा दिया उसका. അങ്ങനെ ഇയാള് ആ കോളേജിലേക്ക് പോയി. ये तो मछली पकड़ने वाला लड़का जो है कॉलेज की ओर चला गया അങ്ങനെ ആ വ്യക്തിക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്തു. और उसको गवाही देने के लिए समय दिया. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, वो तो उसने गवाही में बोला, ഞാൻ ബീച്ചിൽ വെച്ച് ഇങ്ങനെയാണ് മീൻ പിടിച്ചത്, उसने बोला कि मैं बीच में जाकर के इसी प्रकार मैंने मछली पकड़े ഞാൻ थे, ഇന്ന വലയാണ് ഇട്ടത്, मैं इसी प्रकार की जाल को फैलाते थे, അത് മാത്രമല്ല എനിക്ക് കിട്ടിയ മീൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു മീനായിരുന്നു. और मुझे जो मिला था इतना बड़ा सा मछली मुझे मिल गया है. മീനെ കിട്ടിയ കാര്യം പറഞ്ഞു. उन्होंने बड़ा मछली को पकड़ा, वो कहानी सुना है, അതെങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞു. कैसे पकड़ा है उसके बारे में बताया. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു. सारे लोग हालेलुया बोला. അവർക്ക് ഭയങ്കര സന്തോഷമായി. हमको बहुत अच्छा लगा. പിന്നെ അപ്പോൾ വേറൊരു കോളേജിലേക്ക് അവനെ കൊണ്ടുപോയി. और उसको दूसरा कॉलेज में लेकर गया, അവിടെയും സാക്ഷ്യം പറഞ്ഞു. वहां पर भी गवाही बोला. വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി, दूसरी जगह पर लेके गया, അവിടെയും സാക്ഷ്യം പറഞ്ഞു. वहां पर भी गवाही बोला. പിന്നെ ഒരു കൺവെൻഷൻ കൊണ്ടുപോയി, और उसके कन्वेंशन में लेके गया, അവിടെയും സാക്ഷ്യം उधर പറഞ്ഞു. भी गवाही दिया. പിന്നെ അവനൊരു സാക്ഷ്യ തൊഴിലാളിയായി മാറി. वो एक गवाही की काम करने वाला मजदूर बन गया. മീൻപിടുത്തം മാത്രം അവന്റെ മീൻപിടുത്തം നിന്നുപോയി. और उसका मछली पकड़ने वाला काम बंद हो गया. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? आपको क्या समझ में आ गया? ഇന്ന് പലർക്കും മീൻപിടുത്തമില്ല. अभी कई लोगों को मछली पकड़ना नहीं है. ഇന്ന് പലർക്കും സുവിശേഷം വഴി ആത്മാക്കളെ നേടുന്ന പരിപാടിയില്ല. आजकल जो है सुसमाचार सुना के आत्मा को लेने वाला काम नहीं है. ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടും, सबके पास सर्टिफिकेट है, ഡിഗ്രി കിട്ടും, डिग्री है, ഡോക്ടറേറ്റ് കിട്ടും, डॉक्टरेट है, ഗവായി പറയാം. गवाही बहुत बोलते हैं. പണ്ടത്തെ ഗവായി पुराने समय की गवाही. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീനും ഉണ്ട്, പുതിയ ഫ്രഷ് മീനും ഉണ്ട്. सूखा मछली भी है, नया ताजा मछली है. പല ആൾക്കാർക്കും ഉണക്കമീൻ മതി. कई लोगों को सूखा मछली पसंद है. എന്താ കാരണം? उसका कारण क्या है? കാരണം പുതിയ മീനെ കിട്ടാനില്ല. क्योंकि नया मीन पकड़ने के लिए जाना पड़ेगा. ഒക്കെ ഉള്ള ആൾക്കാർക്ക് പഴയ മീൻ മാത്രം. तो पुराना मीन तो सुखा के रखेगा तो बाद में भी काम आएगा. ഈ ചർച്ചിലെ മീനെ ഇങ്ങോട്ട് പിടിക്കും. ओ मंडली में जो जितना भी मछली होता है उसको पकड़ के इधर लाएंगे. അപ്പൊ വേറൊരു ഗവായിമാൻ ഇവിടുത്തെ മീനിനെ അവിടെ പിടിക്കും. दूसरा गवाही बोलने वाला इधर आके गवाही बोले कि ये मछली को उधर ले जाएंगे. ഒന്നും പുതിയ മീനല്ല, ഒക്കെ ഉണക്കമീൻ തന്നെ. कोई भी नया मछली नहीं है, सब सूखा मछली है. എന്നാൽ കർത്താവിന് വേണ്ടി ഉണക്കമീനാണോ? परमेश्वर को सूखा मछली चाहिए. കർത്താവായ യേശു ഇങ്ങനെ ചോദിച്ചു, यीशु मसीह ने ऐसे पूछा, ഇപ്പൊ പിടിച്ചത് എന്തെങ്കിലും ഉണ്ടോക്കി കൊണ്ടു. अभी नया ताजा कुछ पकड़ा तो ले आओ. കർത്താവിന് ആഗ്രഹം ഇപ്പൊ പിടിച്ച മീനെയാ. परमेश्वर चाहते हैं कि अभी जो नया ताजा जो पकड़ा है उसको लाओ. ഞാൻ നിങ്ങളോട് ചോദിക്കാതിരിക്കുന്നു, ഇപ്പൊ പിടിച്ച മീനുകൾ നിങ്ങൾക്കുണ്ടോ? और अभी आपने ताजा जो पकड़ा है सब मछली आपके हाथ में है. എത്ര വർഷമായി പുതിയ മീനെ പിടിച്ചിട്ട്? कितना साल हो गया है नया मछली पकड़ने की? പഴയ ഗവായും കൊണ്ടാണോ നടക്കുന്നത്? आप पुराना गवाही लेके चल रहा है? അതോ പുതിയ ഗവായി വേണ്ടേ? नया गवाही होना चाहिए ना हमारा हाथ में. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങൾ ഒരു പുതിയ പാട്ട് പാടുവിൻ. आप एक नया गीत गाओ. എന്താ പുതിയ പാട്ട്? नया गीत क्या है? പുതിയ ട്യൂണാണോ? नया बजाना है? അല്ല, नहीं है. പുതിയ കാര്യങ്ങൾ, नया बातें, പുതിയ മീനുകൾ, नया मछलियां, പുതിയ സന്തോഷം, नया खुशी, പുതിയതായിരിക്കുന്ന അനുഭവം. सब कुछ नया है. അതിനുവേണ്ടിയാ ശിഷ്യത്വ പരിശീലനത്തിന് നിങ്ങളെ കൊണ്ടുവന്നത്. इसके लिए आपको चेलापन के बारे में सिखाने के लिए लाए हैं. കർത്താവിന് ഉണക്കമീന് വേണ്ട, यीशु मसीह को सूखा मछली नहीं चाहिए. കർത്താവിന് വേണ്ടത് നല്ല പച്ചമീനെയാ. यीशु मसीह चाहते हैं कि ताजा मछली चाहिए. ഇപ്പൊ പിടിച്ച മീനെയാ अभी पकड़ को लाए. നിങ്ങൾ. അതിനുവേണ്ടിയാ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. इसलिए आपको ये बातें हमने सुनाया है. അപ്പൊ സന്തോഷമുള്ള ഒരു പാട്ട് പാടാം. आपको खुशी है तो हम एक गीत गा सकते हैं. खुशी खुशी मनाओ, खुशी खुशी मनाओ, बोलो बोलो मसीहा की जय जय जय.
बोलो बोलो मसीहा की जय जय जय। मेरे लिए आया, मेरे लिए जिया, मेरे लिए आया, मेरे लिए जिया, मेरे लिए यीशु ने कष्ट उड़ाया, मेरे लिए यीशु ने दुख उड़ाया, मेरे लिए मारा गया, मेरे लिए गाड़ा गया, मेरे लिए मारा गया, मेरे लिए गाड़ा गया, मेरे लिए फिर जी उड़ा मेरा मसीह, मेरे लिए फिर जी उड़ा मेरा ये मसीह। मैं मसीह का हूँ, हम मसीह के हैं, खुशी खुशी मनाओ, खुशी खुशी मनाओ, बोलो बोलो मसीहा की जय जय जय, बोलो बोलो मसीहा की जय जय, बोलो प्रभु यीशु मसीह की। जय। ओके, सबको जय मसीह की।